Hi friends. Uh, the main drawback of JFET was that the gate must be always be in reverse bias for the proper operation of the JFET. Okay, JFETന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗേറ്റ് സോഴ്സ് റീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ഇതിലായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഇൻ കൈൻഡ് ഓഫ് റിവേഴ്സ് ബയസിങ്ങിലായിരിക്കണം. അപ്പോൾ അതായത് it can only operate in a depletion mode because നമ്മൾ ഗേറ്റ് സോഴ്സ് റിവേഴ്സ് ബയസിങ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പിക്ചറിൽ നിങ്ങൾക്കറിയാം, ഇഫ് വി ആർ ഇൻക്രീസിങ് ദ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ദ ഡിപ്ലീഷൻ വിഡ്ത്ത് ഇൻക്രീസസ് വിച്ച് നാരോ ഡൗൺ ദ വിഡ്ത്ത് ഓഫ് ദ ചാനൽ. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ചാനലിൻ്റെ വിഡ്ത്ത് കുറയും, അപ്പോൾ കറണ്ട് കുറയും അല്ലേ. അതേസമയം നമ്മൾ ഈ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആകുന്ന സമയത്ത് ഓൾറെഡി തന്നെ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാകും, അപ്പോൾ ഒരു വിഡ്ത്ത് ഉണ്ടാവും. നമ്മളിത് കൂട്ടുന്ന നെഗറ്റീവ് റിവേഴ്സ് ബയസിങ് കൂട്ടുന്നതിനനുസരിച്ച് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടുകയും ചാനലിൻ്റെ വിഡ്ത്ത് കുറയുകയും ചെയ്യും. ചാനലിൻ്റെ വിഡ്ത്ത് കുറയുമ്പോൾ ഇതിലൂടെയുള്ള കണ്ടക്ടിവിറ്റി കുറയും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഡ്രെയിൻ കറണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഒരു മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റഡ് ഇൻ ബോത്ത് ഡിപ്ലീഷൻ മോഡ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് മോഡ്. അതായത് കണ്ടക്ടിവിറ്റി കുറയ്ക്കാനും സഹായിക്കും, കണ്ടക്ടിവിറ്റി കൂട്ടാനും നമുക്കൊരു മോസ്ഫെറ്റ് യൂസ് ചെയ്ത് കഴിയും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ both mode and also it have a high input impedance and low cost of production. അതാണ് advantages of MOSFET over JFET. Okay, so we have two kinds of JFET, MOSFET, depletion MOSFET or D MOSFET, and enhancement MOSFET called E MOSFET. ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ബോത്ത് ഡിപ്ലീഷൻ മോഡ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് മോഡ്. രണ്ട് മോഡിലും ഇത് യൂസ് ചെയ്യാം. അതേസമയം ഈ മോസ്ഫെറ്റ് നമുക്ക് എൻഹാൻസ്മെൻറ്റ് മോഡിൽ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ബേസിക് ഓപ്പറേഷൻ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. നമുക്ക് ആദ്യം ഒരു എൻ ചാനൽ ഡി മോസ്ഫെറ്റ് നോക്കാം. സോ ദിസ് ഈസ് എ എൻ ചാനൽ ഡി മോസ്ഫെറ്റ്. നമ്മുടെ മെയിൻ ചാനൽ എന്ന് പറയുന്നത് ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വി ഹാവ് എ പി ടൈപ്പ് റീജിയൻ ആൻഡ് ദാറ്റ് പി ടൈപ്പ് റീജിയൻ കുറച്ചൊരു 1/4 ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് സബ്സ്ട്രേറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് എൻഡ്. And at the left hand end we have an insulated gate. ഇവിടെ ഒരു ഇൻസുലേറ്റഡ് ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ കോണ്ടാക്റ്റ് ആണ്, ബട്ട് അതിന് ഇടയിലായിട്ട് വി ഹാവ് ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആൻഡ് ദിസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ലെയർ ഓഫ് മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു സിലിക്കൺ ഡയോക്സൈഡ് പോലെയുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് ഇടയിൽ സാൻഡ്വിച്ച് ചെയ്തിട്ടുള്ള ഒരു എൻഡാണ് ഈ ഗേറ്റ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഗേറ്റ് എൻഡിൽ ഈ മെറ്റൽ ഓക്സൈഡ് നമ്മളിവിടെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചാനലിനും മെറ്റൽ ഗേറ്റിനും ഇടയിലായിട്ടാണ് ഈ സിലിക്കൺ ഡയോക്സൈഡ് പോലെയുള്ള ഇൻസുലേറ്റർ ഉള്ളത്. ആൻഡ് ഇലക്ട്രോൺസ് ആർ പാസിംഗ് ത്രൂ ദ നാരോ ചാനൽ ബിറ്റ്വീൻ ദ സബ്സ്ട്രേറ്റ് ആൻഡ് ഗേറ്റ്. ഗേറ്റിനും സബ്സ്ട്രേറ്റിനും ഇടയിലുള്ള ഈ നാരോ ചാനൽ വഴിയാണ് നമ്മുടെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ്. ഇതൊരു പി ചാനൽ ആകുമ്പോൾ ചാനൽ പി ആകും. ഇവിടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എൻ റീജിയൻ ആകും. ഓക്കെ, ഇതാണ് വ്യത്യാസം. അതേസമയം ഒരു എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആകുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദിസ് പി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അത് ഓവറോൾ കവർ ചെയ്തിരിക്കുക. അതായത് ദർ ഈസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ഡ്രെയിൻ. സോഴ്സും ഡ്രെയിനും തമ്മിൽ മറ്റതുപോലെയുള്ളൊരു ചാനലില്ല, കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ നമ്മുടെ സബ്സ്ട്രേറ്റ് ഉണ്ടാകും. ബാക്കി എല്ലാ
എലമെൻസും ബാക്കി എല്ലാ കമ്പോണൻസും അതേപോലെ തന്നെയാണ് ഒരു ഈ മോസ്ഫെറ്റിൽ. ഓക്കെ, സോ ഇതിനകത്ത് മറ്റേതുപോലെ ജെഫെറ്റ് പോലെ തന്നെ വി ഹാവ് എ സോഴ്സ്, എ ഡ്രെയിൻ ആൻഡ് എ ഗേറ്റ് റീജിയൻ. ക്ലിയർ? Now, so here we have since the gate is insulated from the channel, we can apply either positive or negative voltage to the gate, because in D MOSFET we are operating it in a depletion mode. അപ്പം നേരത്തെ ജെഫെറ്റിൽ നമ്മൾ പറഞ്ഞു ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എപ്പോഴും റിവേഴ്സ് ബയസിങ്ങിൽ മാത്രം കൊടുക്കണം. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും നിർബന്ധമില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ സർക്യൂട്ട്. നമ്മളിവിടെ ഇപ്പം ഡി മോസ്ഫെറ്റ് മാത്രമാണ് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ മോസ്ഫെറ്റ്. സബ്സ്ട്രേറ്റ് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ആൻഡ് ആരോ ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള സിമ്പിളാണ് ഇത്. ഇതൊരു പി ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിൽ ഈ ആരോ ഔട്ട് സൈഡ് ആയിരിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു എൻ ചാനൽ ഡി മോസ്ഫെറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഡി മോസ്ഫെറ്റ് നമുക്ക് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യിക്കാം, ഒരു ഡിപ്ലീഷൻ മോഡിലും എൻഹാൻസ്മെൻറ്റ് മോഡിലും. ഫസ്റ്റ് വൺ ഈസ് ഡിപ്ലീഷൻ മോഡ്. ഇൻ എ ഡിപ്ലീഷൻ മോഡ് our gate is connected to negative terminal of the battery and the source is connected to positive terminal of the battery. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ടെർമിനൽ നേരിട്ട് എൻ ചാനലുമായിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. വി ഹാവ് എ മെറ്റൽ കോണ്ടാക്ട്, അതിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ ഉണ്ട്, അതിനും ശേഷമാണ് നമ്മുടെ എൻ ചാനൽ ഉള്ളത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, നോർമലി നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മെറ്റൽ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജ് കിട്ടും. നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ ദിസ് വിൽ ആക്ട് ആസ് എ കപ്പാസിറ്റർ, ബിക്കോസ് രണ്ട് പ്ലേറ്റ് ഇടയിലൊരു ഇൻസുലേറ്റർ ഉണ്ടെങ്കിൽ അതൊരു കപ്പാസിറ്ററാണ്. അപ്പോൾ നമ്മുടെ എൻ ചാനലിൻ്റെ സൈഡ് ഇറ്റ് വിൽ ബിക്കം എ പോസിറ്റീവ് ചാർജ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ മെറ്റൽ പ്ലേറ്റ് നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ നമ്മുടെ എൻ ചാനലിലുള്ള ഇലക്ട്രോൺസ് എല്ലാം അവിടെ നിന്ന് എന്ത് ചെയ്യാൻ നോക്കും, ഡിപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും, അവിടെ നിന്ന് എംറ്റി ആകാനായിട്ട് നോക്കും അല്ലേ. അതായത് ഇലക്ട്രോൺസ് അവിടെ നിന്ന് റിപ്പൽ ചെയ്ത് മാറും. സോ ഈ എൻഡ് ഇറ്റ് വിൽ ബിക്കം പോസിറ്റീവ്ലി ചാർജ്. ക്ലിയർ? അപ്പോൾ പോസിറ്റീവ്ലി ചാർജ് ആകുന്ന സമയത്ത് നമ്മുടെ എൻ ചാനലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയും, ഇലക്ട്രോണിൻ്റെ അളവ് കുറയും. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഓഫർ ഹൈ റെസിസ്റ്റൻസ്, ഒരു തരത്തിലൊരു ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചാനലിലൂടെയുള്ള കറണ്ട് ഫ്ലോ, ദാറ്റ് ഈസ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ, ഈ കറണ്ട് ഫ്ലോയുടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും, കുറയും, കണ്ടക്ടിവിറ്റി കുറയും. ഓക്കെ, ഇഫ് വി ആർ അപ്ലൈങ് മോർ ആൻഡ് മോർ റിവേഴ്സ് വോൾട്ടേജ്, ഈ വോൾട്ടേജ് നമ്മൾ കൂടുതൽ കൊടുത്താൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന നെഗറ്റീവ് വോൾട്ടേജ് കൂടുതലായിരിക്കും, അപ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് വോൾട്ടേജ് കൂടുതലായിരിക്കും, അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, കണ്ടക്ടർ ക്യാരിയറിൻ്റെ എണ്ണം കുറയും, കറണ്ട് കുറയും, കണ്ടക്ടിവിറ്റി കുറയും, സോ കറണ്ടും കുറയും. ഓക്കെ, ഇനി നമ്മൾ നേരെ തിരിച്ച് ഇതൊരു പോസിറ്റീവ് ബാറ്ററിയാണ് കൊടുക്കുന്നതെങ്കിൽ ദിസ് ടെർമിനൽ വിക്കം പോസിറ്റീവ്, സോ ദിസ് ടെർമിനൽ വിൽ വിക്കം നെഗറ്റീവ്. നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ ക്യാരിയേഴ്സിൻ്റെ എണ്ണം ചാനലിൽ കൂടും. ചാനലിൽ കൂടുക മാത്രമല്ല, more and more electrons will attracted towards this region and the conductivity through the channel will increase. As a result, the current will increase. Okay, so ഇവിടെ കറണ്ടിൻ്റെ എണ്ണം അളവ് കുറയുന്നത് കാരണം ദിസ് ഈസ് കോൾഡ് ഡിപ്ലീഷൻ മോഡ്, ആൻഡ് ഹിയർ as the current is increasing, this is known as enhancement mode. Okay, so since when VGS is 0, നമ്മൾ കൊടുക്കുന്ന VGS 0 ആണെങ്കിൽ ഈ വോൾട്ടേജ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും ഡ്യൂ ടു VDD a current will be, electron will be flowing from source to drain. Okay, from this region to this region, so there will be a current from source to drain. Okay, so that current is taken as IDSS. If we are giving a negative voltage, it will be in depletion mode, so the current is decreasing. But if we are increasing, if we are giving a positive voltage, current will be increasing due to the enhancement mode. Okay, so that is the graph.
So we can write ID is equal to IDSS into 1 minus VGS divided by VGS of the whole square. This is relation connecting ID, IDSS, VGS and VGS off. Okay, so VGS off is the gate source voltage at which drain current is 0. This is all about MOSFET. Thank you.